കമ്പ്യൂട്ടർ സയൻസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നമ്പർ സിസ്റ്റം, വേരിയസ് നമ്പർ സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾ പുസ്തകം നോക്കി മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് പല തരത്തിലുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസസിനെ കുറിച്ചാണ്. അപ്പോൾ അത് മനുഷ്യൻ ഉണ്ടായ കാലം മുതലാണ് ഈ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് ആവശ്യകത കയറിയത്. അപ്പോൾ അന്ന് മുതൽ ഓരോ തരത്തിലുള്ള ഡിവൈസുകൾ മനുഷ്യൻ കണ്ടുപിടിച്ചു. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ കമ്പ്യൂട്ടറിലേക്ക് എത്തുന്ന വഴികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനുള്ളത്. അതിനകത്ത് ആദ്യം അബാക്കസ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടിംഗ് മെഷീനെ കുറിച്ചാണ് പറയുന്നത്. അബാക്കസ് എന്ന് പറയുന്ന കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ഏതാണ്ട് ക്രിസ്തുവിന് 3000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ കണ്ടുപിടിച്ചതാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റിംഗ് ബോർഡ് എന്നുള്ളതാണ്. An abacus consists of beads on movable rods divided into two parts. The abacus may be considered the first computer for arithmetical calculations. അപ്പം നമുക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു അബാക്കസ് ആണ്. ഇത് ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് കണ്ടുപിടിച്ചത്. അന്നേരം മനുഷ്യന് എഴുതുന്നതിന് മുമ്പ് തന്നെ സംഖ്യകൾ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച ഒരു മെത്തേഡാണ് ഇത്. തികച്ചും ഒരു മനുഷ്യൻ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉപകരണമാണ്. ഇതിനകത്ത് ഒരു ബോർഡിനകത്ത് 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ടോപ്പും ബോട്ടവും. എന്നിട്ട് ഇതിനകത്തെല്ലാം ഓരോരോ കോളത്തിനകത്തായിട്ട് കുറേ ബീഡ്സുകൾ അല്ലെങ്കിൽ മുത്തുകൾ വെച്ചിട്ടുണ്ട്. ഈ മുത്തുകൾ എന്ന് പറയുന്നത് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മുത്തുകളിൽ താഴത്തെ ബീഡ്സുകളുടെ വില എന്ന് പറയുന്നത് 1, മുകളിലത്തെ ബീഡ്സിൻ്റെ വില എന്ന് പറയുന്നത് 5 ആണ്. അപ്പം അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ നടുക്കുള്ള ഒരു ഈ ഫ്രെയിമിൻ്റെ നടുക്കുള്ള ഒരു ഡിവൈഡറിലേക്കാണ് നമ്മൾ മുത്തുകൾ പുഷ് ചെയ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ പുഷ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര എണ്ണമാണോ പുഷ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ വില നിശ്ചയിക്കുന്നത്. താഴത്തെ ബീഡുകളാണ് നമ്മൾ മുകളിലോട്ട് പുഷ് ചെയ്യുന്നതെങ്കിൽ അത് ഓരോന്നിനും 1 എന്ന് പറയുന്ന അക്കത്തെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേസമയം ഒന്നും നമ്മൾ മൂവ് ചെയ്യുന്നില്ല എങ്കിൽ അതെല്ലാം 0യെ രേഖപ്പെടുത്തും. അതേസമയം മുകളിൽ നിന്നുള്ളതാണെങ്കിൽ താഴോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. മുകളിലുള്ള ബീഡുകൾ താഴോട്ടേക്കായിരിക്കും മൂവ് ചെയ്യിക്കപ്പെടുന്നത്. അപ്പം നടുക്കുള്ള അതിനെ ബോ എന്നാണ് പറയുന്നത്. അങ്ങോട്ടേക്ക് അടുപ്പിച്ച് വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വില എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇനി ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ് വന്നതെന്ന് പറയുന്നത് ചൈനക്കാരാണ്. ചൈനീസ് ഇംപ്രൂവ്ഡ് അബാക്കസ് ആസ് എ ഫ്രെയിം ഹോൾഡിംഗ് വെർട്ടിക്കൽ വയേഴ്സ് വിത്ത് 7 ബീഡ്സ് ഓൺ ഈച്ച് വയർ. നമ്മൾ നേരത്തെ കണ്ടത് ചൈനീസ് നിർമ്മിച്ച അല്ലെങ്കിൽ പരിഷ്കരിച്ച പതിപ്പാണ്. അബാക്കസിൻ്റെ ചൈനീസ് പരിഷ്കരിച്ച പതിപ്പാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതും ഇപ്പോഴത്തെ അല്ല, ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടത്തിലായിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എ ഹൊറിസോണ്ടൽ ഡിവൈഡർ സെപ്പറേറ്റ്സ് ദ 2 ബീഡ്സ് ഫ്രം ദ ടോപ്പ് 5 ബീഡ്സ്. നടുക്കുള്ള ഒരു ഡിവൈഡർ എന്ന് പറയുന്നത് മുകളിലുള്ള 2 ബീഡുകളെയും താഴെയുള്ള 5 ബീഡുകളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. ദ ഡിജിറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദെയർ പ്ലേസ് വാല്യൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ഡിജിറ്റിൻ്റെയും പ്ലേസ് വാല്യൂ അനുസരിച്ചിട്ടാണ് അത് രേഖപ്പെടുത്തിയിരുന്നത്. ദ റൈറ്റ്മോസ്റ്റ് കോളം ഓഫ് ബീഡ്സ് റെപ്രസെൻറ്റ്സ് വൺസ്, നെക്സ്റ്റ് കോളം റെപ്രസെൻറ്റ്സ് ടെൻസ് ആൻഡ് ദെൻ 100 ആൻഡ് സോ ഓൺ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റൈറ്റിലുള്ള കോളം എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തെ രേഖപ്പെടുത്തുന്നു. ദെൻ തൊട്ടടുത്ത സ്ഥാനം എന്ന് പറയുന്നത് 10ൻ്റെ ആയിരിക്കും, തൊട്ടടുത്തത് 100ൻ്റെ ആയിരിക്കും, അടുത്തത് 1000, 10000, ലക്ഷം, 10 ലക്ഷം, അങ്ങനെയാണ് സംഖ്യകളുടെ സ്ഥാനം പോകുന്നത്.
അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിൽ നിന്നും മൂന്നാമത്തെ ഒരു ബീഡ് നമ്മൾ നീക്കുകയാണെങ്കിൽ അതിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആയിരിക്കും. ആദ്യത്തെ കോളത്തിലെ ഒരു ബീഡ് നമ്മൾ നീക്കുകയാണെങ്കിൽ അതിൻ്റെ വില 1 ആയിരിക്കും. രണ്ടാമത്തെ ഇതിൻ്റെ നമ്മൾ നീക്കുകയാണെങ്കിൽ അത് 10ൻ്റെ മൾട്ടിപ്പിൾ, മൂന്നാമത്തതാണെങ്കിൽ 100ൻ്റെ, നാലാമത്തതാണെങ്കിൽ 1000ൻ്റെ, അഞ്ചാമത്തതാണെങ്കിൽ 10,000ൻ്റെ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു അബാക്കസിൻ്റെ നാലാമത്തെ കോളം, റൈറ്റിൽ നിന്നും നാലാമത്തെ കോളത്തിലെ നമ്മൾ 2 എണ്ണം മുകളിലേക്ക്, താഴത്തെ ഭാഗത്തെ 2 എണ്ണം നമ്മൾ മുകളിലേക്ക് നീക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ആ 2 എണ്ണത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അത് നാലാമത്തെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് 1000ൻ്റെ സ്ഥാനമായിരിക്കും. അപ്പോൾ അന്നേരം 2 എണ്ണം നീക്കുമ്പോഴത്തേക്ക് അത് 2000 എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും അതിനെ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഈ രീതിയിലാണ് നമ്മൾ അബാക്കസിനകത്ത് സംഖ്യകൾ രേഖപ്പെടുത്തുന്നത്. ഇനി ദ ബോട്ടം ബീഡ്സ് ഹാസ് ദ വാല്യൂ ഓഫ് 1 ഈച്ച് ആൻഡ് ടോപ്പ് ബീഡ്സ് ഹാസ് 5 ഈച്ച്. താഴെയുള്ള 5 മുത്തുകളിൽ ഓരോന്നിനും 1 വീതവും മുകളിലുള്ള 2 ബീഡുകളിൽ ഓരോന്നിനും 5 വീതവുമാണ് വില എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 എന്ന് പറയുന്ന ഒരു സംഖ്യ രേഖപ്പെടുത്തണമെങ്കിൽ നമ്മൾ താഴത്തെ 5 ബീഡുകൾ ഉപയോഗിച്ചുകൊണ്ടല്ല രേഖപ്പെടുത്തുന്നത്, മുകളിലത്തെ ഭാഗത്തെ 5 ബീഡുകൾ മുകളിലത്തെ ഭാഗത്തെ ഒരു ബീഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും രേഖപ്പെടുത്തുന്നത്. കാരണം താഴെയുള്ള ഓരോന്നും എന്തിനെ രേഖപ്പെടുത്തുന്നു? 1നെയാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അന്നേരം അബാക്കസിനകത്ത് 1 മുതൽ 4 വരെയുള്ള ഡിജിറ്റുകളെ രേഖപ്പെടുത്തുവാൻ താഴത്തെ ഭാഗവും, ദെൻ 5 മുതൽ 9 വരെയുള്ള സ്ഥാനങ്ങൾ അക്കങ്ങൾ രേഖപ്പെടുത്തുവാൻ മുകളിലത്തെ ബീഡും താഴത്തെ ബീഡും ചേർന്നിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 8 ഉപയോഗിക്കണമെങ്കിൽ 8ന് നമുക്ക് 5+3 ആണ്. അപ്പോൾ അന്നേരം മുകളിലത്തെ ഭാഗത്തെയുള്ള 5 എന്ന് പറയുന്നത് താഴേക്ക് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. പിന്നീട് ബാക്കിയുള്ള 3 എന്ന് പറയുന്നത് ബോട്ടം പോർഷനിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം 4 അതിൽ താഴെയുള്ള സംഖ്യകളെല്ലാം എവിടെയായിരുന്നു രേഖപ്പെടുത്തുന്നത്? താഴെയാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അന്നേരം 8 രേഖപ്പെടുത്തണമെങ്കിൽ ഒരു 5 + 3, 9 രേഖപ്പെടണമെങ്കിൽ 5 + 4, 6 രേഖപ്പെടുത്തണമെങ്കിൽ 6 + 5 + 1 അങ്ങനെയായിരിക്കും. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഡീഷനും സബ്ട്രാക്ഷനും ഇതിനകത്തൂടെ പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരുന്നു. ദെൻ ഒരു അബാക്കസ് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് 7582 എന്ന് പറയുന്ന ഒരു സംഖ്യ നമുക്ക് രേഖപ്പെടുത്തണം. അപ്പം അതിന് 2 എന്ന് പറയുന്നതാണ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. അപ്പം അന്നേരം അതിന് വേണ്ടിയിട്ട് 2 ബീഡുകൾ മുകളിലോട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. നടുക്കുള്ള ആ ബോ എന്ന് പറയുന്ന ഫ്രെയിമിൻ്റെ നടുക്കുള്ള ഭാഗത്തേക്ക് നമ്മൾ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അന്നേരം 2 എണ്ണം പുഷ് ചെയ്തപ്പോഴത്തേക്ക് അത് 2നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അടുത്തത് 8 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 80 ആണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ആദ്യത്തെ റൈറ്റ് മോസ്റ്റ് ആണെങ്കിൽ അത് 1നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ 8 എന്ന് പറയുന്നത് 10നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. 5 എന്ന് പറയുന്നത് 100നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. 7 എന്ന് പറയുന്നത് 1000നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതിന് ഓരോന്നിനും ഓരോ പ്ലേസ് വാല്യൂ ഉണ്ട്. എത്ര ഒറ്റയുണ്ട്, എത്ര 10 ഉണ്ട്, എത്ര 100 ഉണ്ട്, എത്ര 1000 ഉണ്ട്, എത്ര 10,000 ഉണ്ട്. അതിനനുസരിച്ചാണ് ഈ ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം ഇവിടെ നമുക്ക് ആദ്യം 2 രേഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ താഴെയുള്ള 2 ബീഡുകൾ മുകളിലേക്ക് പുഷ് ചെയ്തു. അപ്പോൾ അത് 2നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അന്നേരം മുകളിൽ നമുക്ക് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 2 എന്ന് പറയുന്നത് 2 ബീഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. താഴെയുള്ള 2 ബീഡുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇനി അടുത്തത് 8 ആണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. 8 എന്ന് പറയുന്നത് 5നേക്കാൾ ലാർജറായിട്ടുള്ള ഡിജിറ്റാണ്. സോ 5 നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് മുകൾ ഭാഗം വെച്ചുകൊണ്ടാണ് 5 റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാരണം മുകളിലത്തെ ബീഡിന് 5 എന്ന് പറയുന്ന വാല്യൂ ആണുള്ളത്. അന്നേരം മുകളിലത്തെ 5 എന്ന് പറയുന്ന ഒരെണ്ണം താഴേക്ക് പുഷ് ചെയ്തു. ഇനിയും ബാക്കി 8 - 5 എന്ന് പറയുന്ന 3 ആണ്. ഇനി 3യെ റെപ്രസെൻ്റ് ചെയ്യണം. 3 എന്ന് പറയുന്നത് താഴെയുള്ള 3 ബീഡ്സുകൾ
മുകളിലേക്ക് നമ്മൾ പ്രസ് ചെയ്യുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് 100ൻ്റെ സ്ഥാനത്തെ അക്കമാണ്. അത് 5 ആണ്. സോ 5ന് വേണ്ടിയിട്ട് മുകളിലത്തെ ഭാഗത്തെ ഒരു ബീഡ് താഴോട്ട്. 7 5 + 2. ഈ രീതിയിലാണ് നമ്മൾ അബാക്കസിനകത്ത് ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ അബാക്കസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. 2 തരം അബാക്കസുകളാണുള്ളത്. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തേതിൽ 5 ബീഡ്സുകളും മുകളിലത്തെ 2 എണ്ണം ഉള്ളതാണ്. അതിൻ്റെ നടുക്ക് ഒരു ഹൊറിസോണ്ടൽ ബോ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ബാറും ഉണ്ട്. അടുത്തതിനകത്ത് 4 ബീഡ്സും മുകളിൽ 1 ബീഡ്സുമാണ് ഉള്ളത്. ഇനി ഇത് നമുക്കിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. താഴത്തെ ബീഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അടുത്തതിൻ്റെ ആണെങ്കിൽ 10 ആയിരിക്കും. അടുത്തതിൻ്റെ 100 അങ്ങനെയായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മൊത്തം 7 എന്ന് പറയുന്ന സംഖ്യയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കിനി 500 വരെ ഉണ്ട് എന്ന് എണ്ണി നോക്കാം. 1 2 3 4 5. ഈ 5 വിത്ത് മുകളിലത്തെ ഒരെണ്ണം താഴോട്ട് നിൽക്കാം. 6 7 8 9 10. 5 വിത്ത് മുകളിലത്തെ ഒരെണ്ണം കൂടെ താഴോട്ട് നീക്കുമ്പോഴത്തേക്ക് അത് 10 ആയി. ആ 10 എന്ന് പറയുന്നത് തൊട്ടടുത്തത് 10 20 30 40 50. ആ 50 എന്ന് പറയുന്നത് മുകളിലത്തെ ഒരെണ്ണം നീക്കുമ്പോൾ അറിയാം. 60 70 80 90 100 with 100 200 300 400 500 വിത്ത് അടുത്ത താഴോട്ട് നീക്കുന്നു. അപ്പോൾ ഇത് 500 ആയി. 9 15നെ സൂചിപ്പിക്കുന്നു. 45നെ സൂചിപ്പിക്കുന്നു. 4 10s and 1 5. ഇത് 100നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് നേപ്പിയേഴ്സ് ബോൺ എന്ന് പറയുന്ന ഒരു കാൽക്കുലേറ്റിംഗ് മെത്തേഡാണ്. ഇപ്പം നേപ്പിയേഴ്സ് ബോൺ എന്ന് പറയുന്നത് ജോൺ നേപ്പിയർ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യനായിരുന്നു അത് കണ്ടുപിടിച്ചത്. അത് ഒരു നമ്പറിംഗ് റോഡ്സ്, യഥാർത്ഥത്തിൽ അത് ബോണുകൾ ഉപയോഗിച്ചുകൊണ്ട്, എല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അത് റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. അപ്പം ഇത് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് 1617 17-ാം നൂറ്റാണ്ടിലാണ് ഇത് കണ്ടുപിടിച്ചത്. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഏതൊരു നമ്പറിനെയും ഒരു സിംഗിൾ ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യത്തക്ക രീതിയിലാണ് നേപ്പിയേഴ്സ് ബോൺ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോർഡ് ആദ്യം തയ്യാറാക്കണം. ഇത് നിങ്ങൾക്കും ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ് നേപ്പിയേഴ്സ് ബോൺ എന്ന് പറയുന്നത്. ഇപ്പം ഈ നേപ്പിയേഴ്സ് ബോണിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെയാണ് ലോഗരിതമിക് ടേബിൾ, നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ലോഗരിതമിക് ടേബിൾ എന്ന് പറയുന്ന ജോൺ നേപ്പിയർ കണ്ടുപിടിച്ചത്. അത് നമുക്ക് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതെല്ലാം സുഗമമാക്കി. ഇനി ഇതിനകത്ത് there are 10 bonds corresponding to the digits 0 to 9 and a special 11th bond that is used to represent the multiplier. 10 ബോണുകളാണ് ഉള്ളത്. അത് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യാം. 10ാമത്തേന്ന് പറയുന്നത് ഏത് സംഖ്യ കൊണ്ടാണോ നമ്മൾ ഗുണിക്കുന്നത് അതിനെ മൾട്ടിപ്ലെയർ കൊണ്ട്, സിംഗിൾ ഡിജിറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഒരു ഒന്നിലധികം സ്ഥാനമുള്ള ഒരു സംഖ്യയെ ഒരു സിംഗിൾ ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണിത് ഉപയോഗിക്കുന്നത്. ഇനി നേപ്പിയേഴ്സ് ബോൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നേപ്പിയേഴ്സ് ബോണിൻ്റെ ഘടന എന്ന് പറയുന്നത് ഇതാണ്.
അപ്പോൾ ഇതിൽ ആ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് മൾട്ടിപ്ലയറിനെയാണ് രേഖപ്പെടുത്തുന്നത്. ഏത് സിംഗിൾ ഡിജിറ്റ് കൊണ്ടാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടുന്നത് അതുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ ഏറ്റവും ലെഫ്റ്റിൽ യെല്ലോ കളറിൽ കാണുന്നത്. ദെൻ പിന്നീട് കാണുന്നതെന്ന് പറയുന്നത് 1 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകളുടെ മൾട്ടിപ്ലയറാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെല്ലിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അപ്പർ ഭാഗവും ലോവർ ഭാഗവുമായിട്ട്. നടുക്ക് ഒരു വെള്ള സെപ്പറേഷനുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ അത് ബോട്ടം ഭാഗത്ത് മാത്രമേ എഴുതത്തുള്ളൂ. അതേസമയം ഡബിൾ ഡിജിറ്റ് ആണെങ്കിൽ 10ൻ്റെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് മുകളിലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് താഴെയും, ടെൻസ് മുകളിലും സിംഗിൾസ് എന്ന് പറയുന്നത് ബോട്ടം പോർഷനിലും രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇനി ഇത് തയ്യാറാക്കാൻ ഏറ്റവും എളുപ്പമാണ്. 1 എന്ന് പറയുന്ന ഡിജിറ്റ് തന്നെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അത് ആ ലെഫ്റ്റ് മോസ്റ്റിലുള്ള അതിന് സെയിം തന്നെയായിരിക്കും. കാരണം 1 × 1, 1 × 2, 1 × 3, 1 × 4, 1 × 5 അത് തന്നെയായിരിക്കും. ഇനിയും അടുത്ത 2ൻ്റെ മൾട്ടിപ്ലയേഴ്സാണുള്ളത്. 1 × 2 എന്ന് പറയുന്നത് 2 തന്നെയാണ്, അവിടെ 2 തന്നെയാണ് വരുന്നത്. അടുത്തത് അതിന് തൊട്ട് താഴെ എന്ന് പറയുന്നത് 2 × 2 അത് 4, അടുത്ത 3 × 2 അത് 6, അടുത്തത് 4 × 2 അത് 8, അടുത്ത 5 × 2 10. ആ 10 രേഖപ്പെടുത്തിയേക്കുന്നത് നോക്കി. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് താഴെയും 10ൻ്റെ സ്ഥാനത്തെ അക്കം മുകളിലുമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണം അത് രേഖപ്പെടുത്താൻ. അപ്പം അങ്ങനെ 3യുടെ നോക്കിയേ. ഇനി ഇത് എഴുതാൻ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് 1ൻ്റെ കൂടെ 1 കൂട്ടിയിട്ട്, കാരണം മുകളിൽ ആ റെഡ് കളറിലുള്ളത് ഓരോ ഡിജിറ്റിൻ്റെയും കൂടെ ആഡ് ചെയ്താൽ മതി. 2 + 1 3, 3 + 1 4, 4 + 1 5. അപ്പോൾ അങ്ങനെ താഴോട്ട് എഴുതാം. 2 + 2 4, ദെൻ 4 + 2 6, 6 + 2 8, 8 + 2 10, 10 + 2 12. ഇനി 9ൻ്റെ എടുക്കുകയാണെങ്കിൽ 9 എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി. ദെൻ 9 + 9 18, 18 + 9 27, 27 + 9 36. അപ്പോൾ അങ്ങനെ താഴോട്ട് വേണമെങ്കിലും എഴുതാം. ആ മുകളിൽ റെഡ് കളറ് ഉള്ള സംഖ്യകൾ കൂട്ടി കിട്ടുന്നതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മുകളിലത്തെ ട്രയാങ്കിളിൽ നമ്മൾ 10ൻ്റെ സ്ഥാനത്തെയും താഴത്തെ ട്രയാങ്കിളിൽ നമ്മൾ ഒറ്റയുടെ സ്ഥാനത്തെയാണ് രേഖപ്പെടുത്തുന്നത്. ഇനി അതിൻ്റെ ഒരു ഇലസ്ട്രേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 6 ഡിജിറ്റ് നമ്പറിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4,25,928, 4,25,928 എന്ന് പറയുന്ന സംഖ്യയെ 7 കൊണ്ട് നമുക്ക് ഗുണിക്കണം. അപ്പോൾ ആ ഗുണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സംഖ്യ എഴുതിയിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഓരോ ബോണുകളും പ്ലേസ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, 7 ആദ്യം മൾട്ടിപ്ലയർ, അതാണ് യെല്ലോ കളറിൽ വരുന്നത്. ദെൻ പിന്നെ അടുത്തത് വരുന്നത് 4ൻ്റെ ഡിജിറ്റുകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 4 എടുത്ത് വെച്ചു. ദെൻ അതിന് ശേഷം 2, ദെൻ 5, 9, 2, 8. ഇനി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങുന്നത് സാധാരണ നമ്മൾ മാനുവലായിട്ട് തുടങ്ങുമ്പോൾ റൈറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ ലെഫ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ, മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 7ആണ്. അപ്പോൾ ആ 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതെല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ വെച്ച് ഒരു പേപ്പറിനകത്ത് കറക്റ്റ് ആ ഒരു സെല്ല് മാത്രം കിട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം ഇതേ രീതിയിൽ നമുക്കത് കാണാൻ പറ്റും. ബാക്കിയുള്ളത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ 7ൻ്റെ മൾട്ടിപ്ലയറായിട്ട് വരുന്നതാണ് നമുക്ക് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അന്നേരം ആദ്യത്തെ നമ്മൾ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ലെഫ്റ്റിലെ 2 അതേപോലെ തന്നെ എടുത്തെഴുതി. പിന്നെ നമ്മൾ ഓരോ സ്ഥാനവും നോക്കുന്നതെന്ന് പറയുന്നത് ബോട്ടം പ്ലസ് നെക്സ്റ്റ് ടോപ്പ്. ഓരോ സെല്ലിൻ്റെയും താഴത്തെ ട്രയാങ്കിളിലുള്ള സംഖ്യയും തൊട്ടടുത്ത സെല്ലിലെ
മുകളിലുള്ള സംഖ്യയും തമ്മിൽ കൂട്ടുന്നതാണ്. സോ ഇവിടെ 2 ആദ്യം എടുത്ത് എഴുതി, ദെൻ 8 + 1, ദെൻ 4 + 3, ദെൻ 5 + 6, ദെൻ 3 + 1, ദെൻ 4 + 5, ദെൻ 6 അതേപോലെ തന്നെ. ദെൻ ഈ ബ്രാക്കറ്റിലുള്ള സംഖ്യകളെ നമ്മൾ വീണ്ടും കൂട്ടി എഴുതുന്നു. അപ്പോൾ അങ്ങനെ കൂട്ടി എഴുതിയപ്പോഴത്തേക്ക് 2, 8 + 1 എന്ന് പറയുന്നത് 9 വന്നു, 4 + 3 എന്ന് പറയുന്നത് 7 വന്നു, 5 + 16 എന്ന് പറയുന്നത് 11 വന്നു. അത് അതേപോലെ തന്നെ എഴുതുന്നു. ദെൻ 3 + 1 4, 4 + 5 9, ദെൻ 6. ഇനി അത് നോക്കിയേ, 11 ഇല്ലേ? ആ 11-നകത്തെ 1 എന്ന് പറയുന്ന തൊട്ടടുത്ത ഡിജിറ്റിലേക്കല്ലേ പോകേണ്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ 11ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡിജിറ്റിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നു? ആ 1 ആഡ് ചെയ്യുന്നു. അന്നേരം 2 9 7 + 1 8, ദെൻ 1 4 9 6. ഇനി ഇതേ സംഖ്യയെ തന്നെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മതി. ഇതേ സംഖ്യ 4 2 5 9 2 8 എന്ന് പറയുന്ന സംഖ്യയെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആ 5 എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്ത് എടുക്കുക. ദെൻ അവിടെ 2 അതേപോലെ തന്നെ എഴുതുന്നു. ദെൻ 0 + 1, ദെൻ 0 + 2, ദെൻ 5 + 4, ദെൻ 5 + 1, ദെൻ 0 + 4, ദെൻ ഏറ്റവും അവസാനം 0. ഇനി അത് കൂട്ടി എഴുതുമ്പോഴത്തേക്ക് 2 1 2 9 6 4 0. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഡിജിറ്റുള്ള ഒരു സംഖ്യയും ഒരു സിംഗിൾ ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ നേപ്പിയർ ബോൺ എന്ന് പറയുന്നത് യൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. വീട്ടിലിരുന്നിട്ട് ഇതേപോലെ തന്നെ ഒരു ഫ്രെയിം തയ്യാറാക്കുക. ആ ഫ്രെയിം തയ്യാറാക്കിയതിന് ശേഷം ആ ഒരു പേപ്പർ വെച്ചിട്ട് ഇതിനകത്ത് സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്യുക, 10 സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ആ 10 സെല്ലുകളിലെ ഓരോന്നിനെയും 2 ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം 10ൻ്റെ സ്ഥാനത്തെ അക്കം മുകളിലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം താഴെയും എഴുതുക. എന്നിട്ട് ഓരോ മൾട്ടിപ്ലയർ വെച്ച് നേരത്തെ കാണിച്ച പോലെ തന്നെ എഴുതുക. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. ഇതേപോലെ തന്നെ ഒരെണ്ണം തയ്യാറാക്കി ഇതേ എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെ എണ്ണം തയ്യാറാക്കി ഒന്ന് ചെയ്തു നോക്കുക. അപ്പോഴത്തേക്ക് നേപ്പിയേഴ്സ് ബോൺ നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മളിത് ചെയ്യുന്നത് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന മെഷീനിലേക്ക് വരാനുള്ള ഡെവലപ്മെൻറ്റാണ് പഠിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ലോജിക് ഡെവലപ്മെൻറ്റാണ്. നമുക്ക് ഒരു സംഖ്യ എത്രയും പെട്ടെന്ന് എങ്ങനെ കൂട്ടിയെടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് പെട്ടെന്ന് എങ്ങനെ ഇത് ചെയ്യാം എന്ന്. അപ്പോൾ അന്നേരം ഇതൊരു പ്രോസസ്സാണ്, ഒരു അൽഗോരിതമിക് പ്രോസസ്സ് തന്നെയാണ്. ഇതുപോലെയുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പല കമ്പ്യൂട്ടിംഗ് പ്രിൻസിപ്പിൾസും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അന്നേരം ഇത് നിങ്ങളൊന്ന് നോക്കുക. അതേപോലെ തന്നെ പല നമ്പറുകളുടെ അബാക്കസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് വരച്ച് നോക്കുക. അത് നോക്കുമ്പോഴത്തേക്ക് താഴത്തെ ബീഡുകൾ എന്ന് പറയുന്ന 1നെ റെപ്രസെൻ്റ് ചെയ്യുന്നു, മുകളിലത്തെ ബീഡെന്ന് പറയുന്ന 5നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു 6 ഡിജിറ്റ്, ഒരു 5 ഡിജിറ്റ്, ഒരു 4 ഡിജിറ്റ് ഇങ്ങനെയുള്ള സംഖ്യകൾ എഴുതിയതിന് ശേഷം അതിൻ്റെ അബാക്കസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ചുമ്മാതെ പെൻസിൽ വെച്ചൊന്ന് കറുപ്പിച്ചാൽ മതി. ബീഡിനെ ഒന്ന് പെൻസിൽ വെച്ച് കറുപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ പേന വെച്ചായാലും മതി. ഇത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഡിവൈസസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം.